ഏട്ടന് ശിവകുട്ടിക്ക് ഒരുമിച്ച് ഓഫ് കിട്ടിയ ദിവസം നമ്മൾ രാവിലെ തന്നെ സൂവിലോട്ട് പോവാണ്. രാവിലെ ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഹൈദരാബാദ് നെഹ്റു സുവോളജിക്കൽ പാർക്കിലോട്ടാണ് പോകുന്നത്. നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഒക്കെ ഉള്ളുവായിരുന്നു. പക്ഷെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി. എന്നാലും ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓൺലൈൻ ടിക്കറ്റ് ആണ് കേട്ടോ. ഓൺലൈൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓരോരുത്തരെയായിട്ട് കാണാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ അക്വേറിയം കാണാനാണ് പോയത്, ഫിഷ് വേൾഡ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ട് അഡൾട്ടിന് 100 രൂപ കൊടുക്കണം. പിന്നെ നമ്മളുടെ ചിൽഡ്രൻസിനാണെങ്കിൽ 50 റുപ്യാണ്. അതുപോലെ തന്നെ ഈ ഫിഷ് വേൾഡ്, അതുപോലെ റെപ്റ്റൈൽസ്, നമ്മുടെ ഈ ബേർഡ്സ്, അതൊക്കെ കാണുന്നതിന് സെപ്പറേറ്റ് ഫീ ആണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒറ്റ ഒരു ടിക്കറ്റ് ആയിരുന്നു. ഇപ്പൊ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. റെപ്റ്റൈലിന് 30, അങ്ങനെ ബേർഡ്സിന് 30, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എൻട്രി ഫീസ് 100 രൂപയും. അങ്ങനെ ഞങ്ങൾ ഫിഷ് വേൾഡിൽ നിന്ന് ഫിഷിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മങ്കീസിനെ കാണാൻ പോയി. അത് കഴിഞ്ഞ് ടൈഗറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാനിന്റെ അടുത്തോട്ടാണ് വന്നത്. നമ്മുടെ ഈ സൂ എന്ന് പറയുന്നത് 380 ഏക്കറാണ്. അതുകൊണ്ട് ഒത്തിരി തന്നെ കാണാനുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ തന്നെ നമുക്ക് ഈ സൂവിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കാണാനും ഉണ്ട്, നടക്കാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഓരോരുത്തരായിട്ട് കണ്ടു പോവാണ്. സൂവിൽ വന്നാൽ നമ്മുടെ ശിവകുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആനയെ കാണാൻ പോകാനാണ്. അങ്ങനെ ആനയെ കാണാൻ പോകാനെന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതുവരെ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു നടക്കുന്നതിന്റെ. ആനയെ കണ്ടതോടെ നടന്നതിന്റെ അവളുടെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ആന ദാണ്ട് വാലാട്ടും പോലെയാണെന്ന് പറഞ്ഞിട്ട് വാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആനയുടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. 3 ആന ഉണ്ടായിരുന്നു, നല്ല വലിയ ആനയായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കരടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ വന്നപ്പോൾ 2 കരടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ റൈനോയും ഹിപ്പോയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓസ്ട്രിച്ചിനെയും ജിറാഫിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെപ്റ്റൈൽസിനെയും ബേർഡ്സിനെയൊക്കെ കണ്ടിട്ട് നേരെ എക്സിറ്റിലോട്ട് നടക്കുകയാണ്. നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ സൂയിൽ തന്നെ ഉണ്ടായിരുന്നു. ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് നെഹ്റു സുവോളജിക്കൽ പാർക്ക് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാഗോ പ്ലാസ്റ്റിക്കോ ഒന്നും നമ്മൾ സൂവിനകത്ത് അലൗഡ് അല്ലേ. പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾ സൂവിന് ബൈ ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട്